എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. കണ്ടോ, ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ചിക്കൻ റോസ്റ്റാണിത്. ഉണ്ടോ, നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ്. നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെ, ദോശയ്ക്കോ എന്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 650 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെല്ലാം ഒന്നും ഇല്ലാത്ത ദശ മാത്രമുള്ള ചിക്കനാണ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഏകദേശം ഇതിന് കൂടാൻ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് മൂടി വെക്കുന്നു, ആ മുളകൊക്കെ അതിലൊന്ന് പിടിക്കുന്നതിനായിട്ട്. 10 മിനിറ്റിന് ശേഷം ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ഞാൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ചെറുതായിട്ട് ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് ചുമന്ന് വരുന്നതേ ഉള്ളൂ. ചിക്കൻ എല്ലാം എണ്ണയ്ക്കകത്തേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നു. നല്ല ഇളക്കിയിടാം. എണ്ണ കിടന്ന് അത് ചെറുതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചുമന്ന് വരും. ആ ഭാഗമാകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ആയിട്ടുണ്ട് ഏകദേശം. കണ്ടോളൂ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആയി എടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റിയെടുത്ത് റോസ്റ്റ് വെക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി അങ്ങോട്ട് ഉണങ്ങുന്നില്ല. അപ്പം കുറച്ച് ഒരു വെന്തിട്ടുകൊണ്ട് ഇപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെ റോസ്റ്റ് വെക്കുമ്പം ചിക്കൻ പൊടിഞ്ഞു പോകത്തുമില്ല. ഇനി ആ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് ഇട്ടിരിക്കുന്നത്. ഒരു 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. ഉള്ളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 സവാള, ഒരു മീഡിയം സൈസ് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാളയാണ് ഇടുന്നത്. ഇനി ഒന്ന് ഇളക്കി എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടും ഇത് ചുമന്ന് വരുന്നവരെ ഇളക്കിയെടുക്കണം. ഇനി സവാള വഴറ്റാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പം തന്നെ ചുവന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഇത് തീരെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊന്ന് വാടി വന്നാൽ മതി, കാരണം ബാക്കി അത് ചിക്കനിൽ കിടന്ന് വെന്താൽ മതി. അല്ലെങ്കിൽ വെന്തങ്ങോട്ട് അത് അങ്ങ് അലിഞ്ഞു പോകുന്ന പോലെ ആകും. അത് വേണ്ട. അതുകൊണ്ട് ഇനി ഇത് ആയിട്ടുണ്ട് ശരിക്കും. സവാള എല്ലാം ചുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലയും കൂടെ ഇടുന്നു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ പൊടികളെല്ലാം പച്ചമണം മാറി നല്ലൊരു കളറായി വരുന്നവരെ ഇളക്കി യോജിപ്പിക്കും. കളറ് മാറിയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. അരപ്പെല്ലാം കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ പെറുക്കിയിടാം.
ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് യോജിപ്പിച്ച ശേഷമാണെങ്കിൽ അത് ആ ചിക്കനെ പെട്ടെന്ന് പിടിക്കാൻ എളുപ്പമുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല, പൊടിഞ്ഞു പോകത്തേയില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഇത് ഒരു പല പ്രാവശ്യം ആകുമ്പം ചിക്കൻ കുറച്ച് വെന്ത് വരുന്ന കഴിയുമ്പം പൊടിഞ്ഞു പോകും. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്ക്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വെന്ത് ആകുമ്പോഴത്തേന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം നമ്മുടെ ചിക്കൻ കുറേ വെന്തതായതുകൊണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മണമാണ് വരുന്ന കറിവേപ്പിലയുടെ ഉള്ളിയുടെ ഒക്കെ ആയിട്ട് നല്ലത്. കണ്ടോ, നല്ല കളറുമായിട്ട് ഏകദേശം ഒന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തിരിയും കൂടെ വെള്ളം വറ്റണം, നമ്മൾ റോസ്റ്റല്ലേ, അപ്പം വെള്ളം ഒട്ടും തന്നെ വേണ്ട. ഒരു കുഴഞ്ഞ പാകത്തിൽ ഇരിക്കുകയാണ് നല്ലത്. ഒന്നും കൂടെ കൂട്ടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം ഇതേ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് ഒന്ന് തുറന്ന ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം പാകത്തിനായിക്കോളും. നല്ല കളറോടുകൂടി നല്ല ചിക്കൻ റോസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ഇത് നമ്മൾ ഇപ്പം കുരുമുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാകും. കണ്ടോ, നല്ല കളറുമായിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, തുറന്ന് വെച്ച് തന്നെ ഇളക്കിയപ്പം തന്നെ അതിൻ്റെ വെള്ളം പാകത്തിനായിട്ടുണ്ട്. നല്ല സുന്ദരമായ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും എല്ലാം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.